Enter into our audio launch. I would like to invite Shankar sir to please come to the dais. Before we launch our audio, I request sir to have few words, to share few words. Sir, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഓഡിയോ ലോഞ്ച് നടക്കാൻ പോകുന്നു. എന്നെ വിളിച്ചതിൽ സന്തോഷം. ഇപ്പോൾ മധുസാറോട് പറഞ്ഞു, മധുസാറും ഞാനും നല്ല സുഹൃത്തുക്കളാണ്, കുറച്ച് കാലമായിട്ടുള്ള സൗഹൃദമാണ്. ഞാനിപ്പോൾ സംവിധാനം ചെയ്യുന്ന എറിക് എന്ന് പറയുന്ന സിനിമ, അതിൻ്റെയും വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സാണ്. ഞാൻ ഈ കഥ പോയി പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യാൻ സമ്മതിച്ചു, ഒരു പാർട്ട്ണറായിട്ട് വരാൻ സമ്മതിച്ചു. ഫിലിം വന്ന് ലണ്ടനിലും അവിടെയൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഒരു കഥ പറയും നേരം എന്ന് പറയുന്ന ചിത്രത്തിലേക്ക് വരുമ്പോൾ മധുസാറ് പറഞ്ഞു, ഇതിലെ പുതുമുഖങ്ങളാണ്, ഇതൊരു ചെറിയ പടമാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നും സിനിമയിലില്ല. ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുന്ന കാര്യം, ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച ചിത്രം ഒരു തലയിരാഗം എന്ന് പറഞ്ഞ തമിഴിൽ വന്ന ഒരു സിനിമയാണ്. എല്ലാം പുതുമുഖങ്ങളായിരുന്നു ആ സിനിമയിൽ, ഒരാൾ പോലും ഇല്ല, എല്ലാവരും പുതുമുഖങ്ങളാണ്. അത് ഡയറക്റ്റ് ചെയ്ത ആളായാലും, പ്രൊഡ്യൂസ് ചെയ്ത ആളായാലും, എഡിറ്റ് ചെയ്ത ആളായാലും, അല്ലെങ്കിൽ അതിൻ്റെ ക്യാമറമാൻ ആയാലും, എല്ലാവരും കഥ എഴുതിയ ആൾ. ഇന്ന് വലിയ ഫേമസ് ആണ് ടി രാജേന്ദ്രൻ എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ മകനാണ് ചിമ്പു. അപ്പോൾ ആ സിനിമ എടുത്തു കഴിഞ്ഞ് അത് ബിസിനസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് നടന്നു. എൻ്റെ പ്രൊഡ്യൂസർ, എനിക്കറിയാം 100 പ്രൊജക്ഷൻ ഉണ്ട് ആ സിനിമ. ഓരോ പ്രൊജക്ഷൻ കണ്ട് ഇറങ്ങിപ്പോകുന്നവരും പറയും ഇതെല്ലാം പുതുമുഖങ്ങളാണ്, ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകും. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അതാണ് ഒരു ലൈഫ്. ആ സിനിമ വന്നില്ലെങ്കിൽ ഞങ്ങളുടെ വിചാരം എൻ്റെ സിനിമയിൽ ഇനി വരാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല. 100 പ്രൊജക്ഷൻ ഇട്ടതിന് ശേഷം ഒരു ദിവസം അത് മാറ്റി വെച്ചിട്ട് പറഞ്ഞു, ഇനി ഞാൻ പ്രൊജക്ഷൻ ഇട്ടുന്നില്ല, ഞാൻ നാട്ടിലേക്ക് പോകണം. ഞാൻ വിചാരിച്ചു തീർന്നു. ഒരു 2 മാസം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് വെറും ഒരു എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത് വളരെ ചെറിയ കുറച്ച് പോസ്റ്റേഴ്സും 7 പ്രിന്റും എടുത്തിട്ട് ആ സിനിമ റിലീസായി. 365 ദിവസം കഴിഞ്ഞിട്ടാണ് ആ സിനിമ തിയേറ്ററിൽ നിന്ന് മാറിയത്. എല്ലാം പുതിയ എല്ലാം. അന്ന് ആ സിനിമ വന്നു. ആ സിനിമയുടെ സക്സസ് കാരണം ഞാൻ ഇന്നോടെ നിൽക്കുന്നു. അതേപോലെ തന്നെയായിരുന്നു മഞ്ഞിൽ പോക്ക്. എൻ്റെ പ്രൊഡക്ഷൻ വലിയൊരു പ്രൊഡക്ഷനായിരുന്നു, നവോദയ പ്രൊഡക്ഷൻ. പിന്നെ 1-2 പേര് കേട്ട ആൾക്കാർ, എൻ്റെ ക്യാമറാമാൻ അശോക് കുമാർ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അതുപോലെ തന്നെ എൻ്റെ എഡിറ്റർ, അവരൊക്കെ കുറച്ച് റിനൗണ്ട് ആൾക്കാരായിരുന്നു. ബാക്കി എല്ലാവരും പുതുമുഖങ്ങളായിരുന്നു. ആ സിനിമയിൽ നിന്നാണ് മോഹൻലാൽ, പൂർണിമ ജയറാം. ഞാൻ ഓൾറെഡി ഒരു തലയിരാഗത്തിൽ വന്നതുകൊണ്ട് ഞാൻ അതിലൊരു പുതുമുഖം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് എൻ്റെ മാതൃഭാഷയിൽ മലയാളത്തിൽ എനിക്ക് കിട്ടിയ വലിയൊരു ബ്രേക്കാണ് സിനിമ. അത് കഴിഞ്ഞ് എത്രയോ 200ഓളം സിനിമകളിൽ ഞാൻ അഭിനയിച്ചു. അത് എൻ്റെ ഒരു ഭാഗ്യമാണ്. ഇപ്പോൾ ഒരു കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സിനിമയിലേക്ക് ഈ സിനിമ ഞാൻ കണ്ടു. സമയം വിളിച്ചുകൊണ്ടുള്ള ആ സിനിമ കാണിച്ചിരുന്നു. ഇതിലെടുത്ത് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിൽ അഭിനയിച്ച റോഷിനി ആണെങ്കിലും റേസ് ആണെങ്കിലും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ലൊക്കേഷൻസ് ആയാലും എല്ലാ രീതിയിലും, എൻ്റെ സ്റ്റോറി ആയാലും എല്ലാ രീതിയിലും ഈ സിനിമ മികച്ച ഒരു സിനിമയാണ്. എൻ്റെ വിശ്വാസം ഈ സിനിമ വിജയിക്കും എന്നാണ്. വിജയിച്ചാൽ മാത്രമേ സിനിമയ്ക്ക് ഒരു ഫ്യൂച്ചർ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ മലയാള സിനിമ നന്നായിട്ട് എല്ലായിടത്തും മലയാള സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ലണ്ടനിലാണ് താമസിക്കുന്നത്. അപ്പോൾ പലരും എൻ്റെ അടുത്ത് തെലുങ്ക് ആൾക്കാർ, തമിഴ് ആൾക്കാർ, അല്ലെങ്കിൽ അവിടെയുള്ള ഗുജറാത്തികൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഒരു മലയാള സിനിമ കണ്ടു. അപ്പോൾ ഇപ്പോൾ മലയാള സിനിമയുടെ ഫാൻസായി മാറിയിട്ടുണ്ടല്ലേ. അത് നല്ല കഥ, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും, തീർച്ചയായിട്ടും സിനിമ വിജയിക്കും. ഇപ്പോൾ പത്മകുമാറോടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം വലിയ സിനിമയും ചെയ്തിട്ടുണ്ട്, ചെറിയ സിനിമയും ചെയ്തിട്ടുണ്ട്. ചെറിയ സിനിമയും വിജയിച്ചിട്ടുണ്ട്, വലിയ സിനിമയും വിജയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ സിനിമ വിജയിക്കും. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ബിക്കോസ് ഈ സിനിമ വിജയിച്ചാൽ ഇതിലൂടെ വരാൻ പോകുന്ന കുറേ ആർട്ടിസ്റ്റുകളോ അല്ലെങ്കിൽ അതിൻ്റെ ടെക്നീഷ്യൻസ് ആണെങ്കിലും അവർക്ക് അത് ഒരു വലിയ ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കും. അപ്പോൾ ആ ഫ്യൂച്ചർ ഉണ്ടാവണം, സിനിമയ്ക്ക് അങ്ങനെ സംഭവിക്കണം. പിന്നെ റൈസ് സിദ്ദീഖിൻ്റെ വർക്ക്, അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വലിയൊരു കാര്യമാണ് ഇങ്ങനെ സിനിമ എടുത്ത് പുറത്ത് വരുന്നു എന്ന് പറയുന്നത്.
കേൾക്കുമ്പോൾ വലിയ സന്തോഷം തരുന്ന കാര്യങ്ങൾ. ഒരിക്കലും കൂടി എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. Thank you, Shankar sir, for such lovely words. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.